ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ലെറ്റ്സ് റിക്കോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റീസുമാണ്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ്, റീഡ് സെൽമ ലഗർലോഫ് സ്പീച്ച് അഗെയിൻ ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എന്താണ് സെൽമ ലഗർലോഫിൻ്റെ സ്പീച്ച് ഒന്നുകൂടി വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ജേർണി ബൈ ട്രെയിൻ? ഹൗ ഡസ് ഇറ്റ് റിലേറ്റഡ് ടു ദ നറേറ്റേഴ്സ് തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി ബൈ ട്രെയിൻ? ട്രെയിൻ യാത്രയുടെ പ്രാധാന്യം എന്താണ്? ഹൗ ഡസ് ഇറ്റ് റിലേറ്റഡ് ടു ദ നറേറ്റേഴ്സ് തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻ? അത് എങ്ങനെ നരേറ്ററിൻ്റെ എഴുത്തുകാരിയുടെ തോട്ട്സിനെയും ചിന്തകളെയും റിഫ്ലക്ഷൻസിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. യെസ്, ഇൻ ദ പാസ്റ്റ് ഷീ ട്രാവൽഡ് ബൈ ട്രെയിൻ ടു സ്റ്റോക്ക്ഹോം ഫോർ പാസിംഗ് എക്സാം. മുൻകാലങ്ങളിൽ അവർ എങ്ങനെയാണ് സ്റ്റോക്ക്ഹോമിൽ തീവണ്ടി പോരുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, പാസിംഗ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നൗ ഷീ ഈസ് ട്രാവലിംഗ് ടു റിസീവ് ദ നോബൽ പ്രൈസ്. പക്ഷേ ഇപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? നോബൽ പുരസ്കാരം മേടിക്കാനായിരുന്നു അല്ലെ, റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. വെൻ എ ട്രെയിൻ സ്റ്റാർട്ട്സ് ദ ജേർണി ദർ ഈസ് എ ലോട്ട് ഓഫ് റിസിൽ ആൻഡ് ബസിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ്? വെൻ ട്രെയിൻ സ്റ്റാർട്ട്സ് ദ ജേർണി ദർ ഈസ് എ ലോട്ട് ഓഫ് റിസിൽ ആൻഡ് ബസിൽ ബട്ട് ദെൻ ഇറ്റ് ഗ്യാദേഴ്സ് വീൽസ് ആൻഡ് ഗ്ലീഡ്സ് സ്മൂത്ത്ലി. വെൻ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അതിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ വലിയ ബസിൽ ആൻഡ് റിസിൽ ഉണ്ടാവും അല്ലേ, അതായത് ഭയങ്കര ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ബട്ട് ദെൻ ഇറ്റ് ഗ്യാതേഴ്സ് സ്പീഡ് ആൻഡ് ഗ്ലിഡ് സ്മൂത്ത്ലി. പിന്നീട് സ്പീഡ് കൂടുന്തോറും എന്ത് ചെയ്യും? ശബ്ദം കുറഞ്ഞു വരും അല്ലേ. സോ വാസ് ഹെർ ലിറ്ററസി ജേർണി നോ സ്മൂത്ത് ഇനീഷ്യലി ബട്ട് ദെൻ ബിക്കമിങ് സ്മൂത്ത്. അപ്പോൾ എന്താ അവരുടെ ലിറ്ററസി ജേണിയും ഇങ്ങനെയാണ്, ലിറ്റററി ജേണിയും ഇങ്ങനെയാണെന്നാണല്ലേ പറയുന്നത്. നോട്ട് സ്മൂത്ത് ഇനീഷ്യലി. ആദ്യകാലത്തിൽ വളരെ എന്തായിരുന്നു? പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നീട് ആ യാത്ര എളുപ്പമായി തീരുകയാണ്, സ്മൂത്ത്ലി ആയി മാറുകയാണ്. സോ വാസ് ഹെർ ലിറ്റററി ജേർണി നോട്ട് സ്മൂത്ത് ഇനീഷ്യലി ബട്ട് ദെൻ ബിക്കമിങ് സ്മൂത്ത്. ദ ജേർണി ഗേവ് ഹെർ ടൈം ടു തിങ്ക് ഓഫ് ദ വേരിയസ് പീപ്പിൾ ആൻഡ് തിങ്സ് ദാറ്റ് ഹാഡ് ഹെൽപ് ടു ബിക്കം എലിജിബിൾ ടു റിസീവ് ദ നോബൽ പ്രൈസ്. ഇതുപോലെ തന്നെ ഈ യാത്ര എന്താണ്? റൈറ്റർക്ക് നോബൽ സമ്മാനം ലഭിക്കാൻ സഹായിച്ച ആൾക്കാരെ പറ്റിയും മറ്റുള്ളവരെയൊക്കെ പറ്റി ചിന്തിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തു അല്ലേ. ഓക്കെ, ദ ജേർണി ഗാവ് ഹെർ ദ ടൈം ടു തിങ്ക് ഓഫ് ദ വേരിയസ് പീപ്പിൾ ആൻഡ് തിങ്സ് ദാറ്റ് ഹെൽപ് ടു ഹെർ ടു ബിക്കം എലിജിബിൾ ടു റിസീവ് ദ നോബൽ പ്രൈസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റൈറ്റേഴ്സ് ഫീലിംഗ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ടു നേച്ചർ സൈഡ് ദി ഇൻസ്റ്റാൻസസ് ഫ്രം സ്പീച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. റൈറ്ററിൻ്റെ ഫീലിങ്സ് എന്തിനെക്കുറിച്ചുള്ളതാണ്? പ്രകൃതിയോടുള്ള തൻ്റെ കടപ്പാടിനെ കുറിച്ചിട്ട് എഴുത്തുകാരിയുടെ ഫീലിങ്സ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അവരുടെ ഒരു വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സൈഡ് ഇൻസ്റ്റാൻസസ് ഫ്രം സ്പീച്ച്. സ്പീച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസക്ത ഭാഗങ്ങൾ എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ദ റൈറ്റ് ഫീൽസ് ഇൻഡെപ്റ്റഡ് ടു നേച്ചർ ഫോർ അച്ചീവ്മെൻറ്റ്സ്. തൻ്റെ നേട്ടങ്ങൾക്ക് എന്താണ്? പ്രകൃതിയോട് വലിയ കടപ്പാടുണ്ട് എന്നാണ് അവരല്ലേ ചിന്തിച്ചിരുന്നത്. നോട്ട് ഓൺലി പീപ്പിൾ ബട്ട് നേച്ചർ ഓൾസോ പ്ലേഡ് എ ബിഗ് റോൾ ഇൻ മേക്കിംഗ് ദ റൈറ്റർ എ നോബൽ പ്രൈസ് വിന്നർ. അപ്പോൾ റൈറ്ററിനെ ഒരു നോബൽ പ്രൈസ് വിന്നറാക്കി മാറ്റിയത് ഇതിലൊരു വലിയ റോൾ ആൾക്കും ഉണ്ടായിരുന്നു. നോട്ട് ഓൺലി പീപ്പിൾ, ജനങ്ങൾക്ക് മാത്രമല്ല, ബട്ട് നേച്ചർ ആൾസോ പ്ലേഡ് അല്ലേ. പ്രകൃതിയും എന്ത് ചെയ്തിട്ടുണ്ട്? നോബൽ സമ്മാനം ലഭിക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ടെന്നാണല്ലേ പറയുന്നത്. ദെൻ ഷീ സേസ് ഐ ആം ഇൻ ഡെബ് നോട്ട് ഓൺലി ടു ദ പീപ്പിൾ ദർ ഇസ് ദ ഹോൾ നേച്ചർ ആസ് വെൽ. ഞാൻ എന്താണ്? ആൾക്കാരോട് മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്, പിന്നെന്താണ്? മുഴുവൻ പ്രകൃതിയോടും എനിക്ക് കടപ്പാടുണ്ടെന്നാണല്ലേ പറയുന്നത്. ദർ ഈസ് ദ ഹോൾ നേച്ചർ ആസ് വെൽ. ദ ആനിമൽസ് ദാറ്റ് walk with earth, the birds in the skies, of the trees and flowers, they have all told me some of their secrets.
അപ്പം എന്താ പറയുന്നത്, ഭൂമിയിലുള്ള മൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും മരങ്ങളും പൂക്കളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവയോട് ദേ ഹാവ് ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രട്സ്, അവരുടെ ചില സീക്രട്സ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലേ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഴുത്തുകാരിയുടെ ഫീലിങ്സ് എന്താണെന്നും എഴുതുക. അപ്പോൾ പ്രസക്ത ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ, യെസ് ഷീ ഈസ് ഐ ആം ഇൻ ഡെപ്ത് നോട്ട് ഓൺലി ടു ദ പീപ്പിൾ, ദർ ഇസ് ദ ഹോൾ നേച്ചർ ആസ് വെൽ, ദ ആനിമൽസ് ദാറ്റ് വോക്ക് ദ earth, the birds in the skies, the trees and flowers, they have all told me some of their secret. ഈ ഭാഗങ്ങളും കൂടി എടുത്ത് എഴുതുക. Then third question, her father had prime role in shape Selma's personality. സെൽമയുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതിൽ പ്രൈം റോൾ എന്ന് പറയുന്നത് ആർക്കായിരുന്നു, അവളുടെ അച്ഛനായിരുന്നല്ലേ ഉണ്ടായിരുന്നത്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഇൻ ഷേപ്പിംഗ് ഹെർ ലൈഫ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അതെങ്ങനെയാണ് താഴെ പറയുന്ന കുറേ പോയിന്റ്സ് നൽകിയിട്ടുണ്ട് അല്ലേ, അവ എങ്ങനെയാണ് സൽമയുടെ ജീവിതം ഷേപ്പ് ചെയ്തിട്ടുള്ളത്, രൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നൽകിയിട്ടുള്ളത് നോക്കൂ. നേച്ചർ ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, ആർട്ട്, ദെൻ ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഹെർ ടീച്ചേഴ്സ്. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, നേച്ചർ എഴുതാം അല്ലേ. നേച്ചർ, ഷീ തോട്ട് ദർ വാസ് എ പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. അവൾ എന്താ ചിന്തിച്ചിരുന്നത്, പോയട്രി എന്ന് പറയുന്നത് ഹാർഡ് റോക്സും ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഉള്ളതായിരുന്നു പോയട്രി എന്നായിരുന്നല്ലേ അവളുടെ ചിന്ത എന്ന് പറയുന്നത്. അതായത് അവൾ ചിന്തിച്ചത് കട്ടിയുള്ള പാറകൾ ബ്ലാക്ക് ഫോറസ്റ്റിലൊക്കെ പോയട്രി ഉണ്ടെന്നായിരുന്നു. എന്നാൽ എങ്ങനെയാണോ അല്ലല്ലേ. The animals that walk the earth, the birds in the sky, the trees and the flowers all told her some of their secrets. അപ്പോൾ ആരൊക്കെയാണ് അവളോട് സീക്രട്സ് പറഞ്ഞു കൊടുത്തത്, ഭൂമിയിലെ മൃഗങ്ങളും അതുപോലെ തന്നെ ആകാശത്തിലെ പക്ഷികളും മരങ്ങളും പുഷ്പങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ പല രഹസ്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ലിറ്ററേച്ചർ എഴുതാം. ലിറ്ററേച്ചർ ഷീ ഹാഡ് heard Bellman's songs from her father. She got influenced by writers like Tegner, Runeberg and Anderson, who had written many fairy tales and stories of heroes. സാഹിത്യത്തിൽ എന്താണ്, അവരുടെ പിതാവിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ബെൽമാൻ പാടുന്ന പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ. ദെൻ റൈറ്റേഴ്സ് ലെറ്ററും റോബർഗും ആൻഡേഴ്സണൊക്കെ അവളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ഫെയറി ടെയിൽസും അതുപോലെ തന്നെ വീരപുരുഷന്മാരുടെ കഥകളൊക്കെ എഴുത്തിൽ വളരാൻ അവരെ സഹായിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആർട്ട് എഴുതാം നമുക്ക്. ആർട്ട്, ഷി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ഹർ ടൈം ആൻഡ് ആൾസോ ദ റിനൈസൻസ് ആർട്ടിസ്റ്റ്. അവരുടെ കാലഘട്ടത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലെയും കലകൾ എന്ത് ചെയ്തിട്ട് അവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണല്ലേ. ഷി വാസ് എസ്പെഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെർ ഫാദർ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. ഹെർ ഫ്രണ്ടായിട്ടുള്ള അവളുടെ ഫ്രണ്ടായിട്ടുള്ള എസൽഡേയും അതുപോലെ തന്നെ എന്താണ് അവളുടെ അച്ഛൻ. ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നമുക്ക് എന്തൊക്കെ എഴുതാം. ഷീ വാസ് എസ്പെഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെർ ഫാദർ ആൻഡ് ഹെർ ഫ്രണ്ട് എസൽഡ അല്ലേ. ദേ ഓൾ ട്രൈഡ് ടു ഓപ്പൺ ദ ഡോർ ഫോർ ഹെർ വെൻ നോ വൺ ഡെയർഡ് ടു ബിലീവ് ഹെർ. അതെന്താണ്, അവരുടെ ഫസ്റ്റ് ടൈമിലല്ലേ അവരിൽ ആർക്കും തന്നെ അവളിൽ വലിയ വിശ്വാസമില്ലാതിരുന്നപ്പോൾ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരിയായ എസൽഡയൊക്കെ ആണല്ലേ സാഹിത്യ ലോകത്തിലേക്കുള്ള അവരുടെ പാതകൾ തുറന്നു കൊടുത്തത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഹെർ റീഡേഴ്സ് അല്ലേ, അവളുടെ റീഡേഴ്സിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഹെർ റീഡേഴ്സ് സപ്പോർട്ടഡ് ആസ് ദേ വെന്റ് ഓൺ ബൈയിങ് ആൻഡ് റീഡിങ് ഹെർ ബുക്സ്. ദർ വർ പീപ്പിൾ ഹു പ്രൈസ്ഡ് ഹെർ ആൻഡ് ആൾസോ പീപ്പിൾ ഹു ക്രിട്ടിസൈസ്ഡ് ഹെർ. ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചും വായിച്ചൊക്കെ അവരുടെ വായനക്കാർ വലിയ തോതിൽ അവളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ. കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ചെയ്യുന്നുണ്ട്. പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഹു ക്രിട്ടിസൈസ്ഡ് ഹെർ, അതുപോലെ തന്നെ അവളെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുമുണ്ട്. ഈവൻ ദി ക്രിറ്റിക്സ് ഹെൽപ്ഡ് ഹെർ ബൈ enabling her to connect her mistakes and improve her writing. അപ്പോൾ എന്താണ്, തൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ പരിഹരിച്ച് എഴുത്ത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വിമർശനങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് സെൽമ എക്സ്പ്രസ് ഹർ ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് സെൽമ തൻ്റെ നന്ദി എക്സ്പ്രസ് ചെയ്തത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു, യെസ്, സെൽമ ഈസ് ഗ്രേറ്റ്ഫുൾ ടു സോ മെനി പീപ്പിൾ ആൻഡ് സോ മെനി തിങ്സ്. ഒരുപാട് ആൾക്കാരോടും ഒരുപാട് സാധനങ്ങളോടും അവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്ദി പറയാനുണ്ട് അല്ലേ. സോ ഷീ എക്സ്പ്രസ് ഹർ ഗ്രാറ്റിറ്റ്യൂഡ് ബൈ ഇൻവൈറ്റിംഗ് ഓൾ ദസ് പ്രസന്റ് ഇൻ ദ അവാർഡ് സെറമണി ടു ജോയിൻ ഹെർ ഇൻ ദ ടോസ്റ്റ് ഓഫ് വിച്ച് ഷീ ഹാസ് ടു ഹോണർ ടു പ്രപ്പോസ് ടു ദ സ്വീഡിഷ് അക്കാദമി. ഇപ്പം എന്തൊക്കെയാണ്, അതുകൊണ്ട് നോബൽ സമ്മാനം ലഭിച്ച വേദിയിൽ അവൾ എന്ത് ചെയ്യാണ്, എല്ലാവരെയും സ്വീഡിഷ് അക്കാദമിക്ക് വേണ്ടി താൻ സമർപ്പിക്കുന്ന ടോസ്റ്റിൽ പങ്കാളികളാകാൻ ക്ഷണിച്ചുകൊണ്ടാണ് സെൽമ എല്ലാവരോടുമുള്ള തൻ്റെ നന്ദി പ്രകാശിപ്പിച്ചതല്ലേ.
ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? സൽമ ഈസ് ഗ്രേറ്റ്ഫുൾ ടു സോ മെനി പീപ്പിൾ ആൻഡ് സോ മെനി തിങ്സ്, സോ ഷീ എക്സ്പ്രസ് her gratitude by inviting all those present in award ceremony to join her in the talks which she has the honor to propose the Swedish Academy. Okay, then fifth question നോക്കാം. What do you think the speaker mean by saying my biggest debt has not yet come? എന്താണ് എഴുത്തുകാരി പറയുന്നുണ്ടല്ലേ, മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം, എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് എന്താണ് അർത്ഥം എന്നാണ് അല്ലേ. ഇതുകൊണ്ട് റൈറ്റർ സ്പീക്കർ എന്താണ് മീൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ഷീ ഹാഡ് മെൻഷൻ ഇൻ മെനി പേഴ്സൺ ആൻഡ് തിങ്സ് ഇൻക്ലൂഡിങ് ഹെർ ഫാദർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ഹെർ ഫാമിലി, ഹെർ ഫ്രണ്ട്സ് ലൈക്ക് എസെൽഡ, ദ പുവർ ഹോംലെസ് വാഗ്ബോൺസ് who used to sing all the songs, then old men and women for telling her wonderful stories about water spirits and enchanted maidens, the nature, the animals, the birds and the sky, the trees and the flowers, for telling her some of their secrets of enabling her to get the Nobel Prize അല്ലേ. അപ്പോൾ അവർ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? എഴുത്തുകാരി അവർ കടപ്പെട്ടിരിക്കുന്ന പലരെയും പറ്റി പരാമർശിക്കുന്നുണ്ട് അല്ലേ. ആരൊക്കെയായിരുന്നു? ഹെർ ഫാമിലി, അതുപോലെ തന്നെ അവളുടെ അച്ഛൻ, അതുപോലെ ഹെർ ഫാമിലി എന്ന അവളുടെ കുടുംബം, അതുപോലെ തന്നെ ഹെർ ഫ്രണ്ട്സ് ലൈക്ക് എസെൽഡ, അവളുടെ ഫ്രണ്ട് എസെൽഡ. പിന്നെ ആരൊക്കെയാണ്? ഇസ് ദ പുവർ ഹോംലെസ് വാഗ്ബോൺസ് ഹു യൂസ് ടു സിങ് ഓൾ ദോസ് സോങ്സ്, അതുപോലെ തന്നെ വീടില്ലാതെ അലഞ്ഞിരുന്ന് പാട്ടുകളൊക്കെ പാടി നടക്കുന്ന പുവറായിട്ടുള്ള ആൾക്കാർ. ദെൻ ഓൾഡ് മെൻ ആൻഡ് വുമൺ ഫോർ ടെല്ലിങ് ഹർ വണ്ടർഫുൾ സ്റ്റോറീസ് അബൌട്ട് വാട്ടർ സ്പിരിറ്റ്സ് ആൻഡ് എൻചാൻറ്റഡ് മെയ്ഡൻസ്. അതുപോലെ തന്നെ ആരൊക്കെയുള്ളത്? പ്രായമായവരല്ലേ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് പല കഥകളും പറഞ്ഞു കൊടുത്ത പ്രായമായുള്ളവർ. ദെൻ birds, the skies, the trees, then flowers, for telling her some of their secrets, for enabling her to Nobel. ഇതൊക്കെ ആരൊക്കെ? ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവൾക്ക് നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി അവളെ സഹായിച്ചിട്ടുണ്ടല്ലേ. ഷീ ഹാഡ് നോട്ട്സ് ഓഫ് ഹർ മെൻഷൻ ഇൻ ദി സ്വീഡിഷ് അക്കാദമി ടു വിച്ച് ഓസ് ദ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ്. അപ്പം അക്കാദമി ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ നോബൽ പുരസ്കാരത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? അവളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അക്കോർഡിംഗ് ടു യു സെൽമ ലഗർലോഫ്സ് മെസ്സേജ് ടു ഹെർ ഓഡിയൻസ് ആൻഡ് ടു അസ്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ സെൽമാസ് ലഗർലോഫിൻ്റെ ഈ പ്രസംഗം, അതായത് ഈ സ്പീച്ച് നൽകുന്ന സന്ദേശം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വാട്ട് അക്കോർഡിംഗ് ടു യു സെൽമ ലഗർലോഫ്സ് മെസ്സേജ് ദ ഓഡിയൻസ് ആൻഡ് ടു അസ്, അതുപോലെ ഓഡിയൻസിനും നമ്മൾക്കും നൽകുന്ന സെൽമ ലഗർലോഫ് നൽകുന്ന മെസ്സേജ് എന്താണ്? എന്ത് സന്ദേശമാണ് ഇതിൽ കൂടെ സെൽമ ലഗർലോഫ് നൽകുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? സെൽമ ലഗർലോഫ്സ് മെസ്സേജ് ടു ഹെർ ഓഡിയൻസ് ആൻഡ് ടു അസ് ദാറ്റ് ഇസ് സക്സസ് കം ടു അസ് ത്രൂ ദ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ഓഫ് മെനി പീപ്പിൾ ആൻഡ് തിങ്സ്. അപ്പം എന്താണ്? നമുക്ക് വിജയം കൈവരുന്ന മറ്റുള്ളവരുടെ സഹകരണം കൊണ്ടും പ്രേരണ കൊണ്ടും എന്ന സന്ദേശമാണല്ലേ സെൽമ ഓഡിയൻസിന് നൽകുന്നത്. ദെൻ we should never feel that we have successes because of our own merit and hard work. എന്തുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത് നമ്മുടെ വിജയം നമ്മുടെ മാത്രം കഴിവ് കൊണ്ടോ മേന്മ കൊണ്ടോ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ലെറ്റ്സ് റിക്കോൾ ആൻഡ് റീക്രിയേറ്റ് എന്നുള്ള ആക്ടിവിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻ 1, സെൽമ ലഗർലോഫ് ഹാസ് അറൈവ്ഡ് സ്റ്റോക്ക്ഹോം ടു റിസീവ് ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് സെൽമ എന്ത് ചെയ്യാണ്? സ്റ്റോക്ക്ഹോമിൽ എത്തിച്ചേരുകയാണ് അല്ലേ. യു ആർ അസൈൻ ദ ടാസ്ക് ഫോർ ഇൻട്രൊഡ്യൂസിങ് and welcoming her to receive the award. Write the text of the announcement. അപ്പം നിങ്ങളാണ് അവരെ എന്ത് ചെയ്യുന്നത്? ഈ വെൽക്കമിങ്ങിൽ അവിടെ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങളാണ് വെൽക്കം ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെ വെൽക്കം ചെയ്യുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അസൈൻ ചെയ്യുക. ഓക്കെ, റൈറ്റ് ദ ടെക്സ്റ്റ് ഓഫ് ദ അനൗൺസ്മെൻറ്റിൻ്റെ ടെക്സ്റ്റ്. അത് ടെക്സ്റ്റ് നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, എഴുതി നോക്കാം. യുവർ മജസ്റ്റീസ്, യുവർ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. then എഴുതാം. ആസ് യു ഓൾ ആർ aware, we have assembled here to witness of awarding the most popular work, Selma Lagerlof 1900 Nobel Prize in Literature.
We should specially congratulate her as she is the first woman to win the Nobel Prize in Literature. She was born on 20 November 1858 in Sweden. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്ത് പറയാം, യെസ് യുവർ മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദെൻ എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ദെൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം. ആസ് യു ആർ ഓൾ വെൽ അവെയർ, വി ഓൾ ഹാവ് അസംബ്ലി ഹിയർ ടു വിറ്റ്നസ് ദ അവാർഡിംഗ് ദ മോസ്റ്റ് പോപ്പുലർ റൈറ്റ് Selma Lagerlof's on 1909 Nobel Prize in Literature അല്ലേ. We should specially congratulate her as she is the first woman to win Nobel Prize in Literature. അപ്പോൾ ലിറ്ററേച്ചറിൽ ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടുന്ന അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഷി വാസ് ബോൺ ഓൺ 28 November 1858 ഇൻ സ്വീഡൻ. അപ്പോൾ അവർ ജനിച്ചത് എന്നാണ് 1858 നവംബർ 20 സ്വീഡനിലാണ് അവർ ജനിച്ചത്. ദെൻ ആഫ്റ്റർ ഹെർ എഡ്യൂക്കേഷൻ അറ്റ് ദ റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാരി ഇൻ സ്റ്റോക്ക്ഹോം, ഷി ടോട്ട് ഇൻ ഹൈസ്കൂൾ ഫോർ ഗേൾസ്. ദെൻ എന്ത് ചെയ്യുന്നത്, അവർ എഡ്യൂക്കേഷന് ശേഷം എവിടെയാണ്, അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാർ സ്റ്റോക്ക്ഹോമിൽ ചെയ്യുന്നുണ്ടല്ലേ. ദെൻ ഷീ ടോട്ട് ഇൻ ഹൈസ്കൂൾ ഫോർ ഗേൾസ്. ദെൻ ഹി ഫസ്റ്റ് നോട്ടബിൾ നോവൽ വാസ് ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിംഗ് ആയിരുന്നു. പബ്ലിഷ്ഡ് വെൻ ഷി വാസ് 33 years old. അവർക്ക് 33 വയസ്സായപ്പോഴാണ് അവരുടെ നോട്ടബിൾ ആയിട്ടുള്ള ഫസ്റ്റ് നോട്ടബിൾ നോവൽ ഏതായിരുന്നു, യെസ്, ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിംഗ് അല്ലേ. ദിസ് മെയ്ഡ് ഹെർ വേ പോപ്പുലർ നോട്ട് ഓൺലി ഇൻ സ്വീഡൻ ബട്ട് ഓൾ ഓവർ ദ വേൾഡ്. അനദർ ഫേമസ് നോവൽ ബൈ ഹർ ദ ഇൻവിസിബിൾ ലിങ്ക്സ് പബ്ലിഷ്ഡ് in 1894. അടുത്ത അവരുടെ ഫേമസ് നോവൽ എന്ന് പറയുന്നത് യെസ് ദ ഇൻവിസിബിൾ ലിങ്ക്സ് എന്നുള്ളതായിരുന്നു. ദെൻ ഷി ഹാസ് ത്രിൽഡ് ഹെർ റീഡേഴ്സ് ബൈ ഹെർ ഫൈൻ നോവൽസ്, ഇൻട്രിക്സ്, പ്ലോട്ട്സ്, ദെൻ ട്വിസ്റ്റ് ആൻഡ് ദ എക്സലന്റ് ക്യാരക്ടറൈസേഷൻ. From among many candidates for the 1909 Nobel Prize in Literature, Selma was chosen to be a recipient of the prize by Swedish Academy. Then നമുക്ക് വെൽക്കം ചെയ്തുകൊണ്ട് പറയാം അല്ലേ. Then we welcome her all joy and happiness. The Secretary of the Academy will speak further about her achievements and her influence the field of literature. താങ്ക് യു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൽമയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ സെൽമ ലഗർലോഫ്, റൈറ്റ് എ ലെറ്റർ ടു യുവർ faithful friend Ezelda, who played a crucial role in your literary journey by opening doors when no one else believed in you. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, സെൽമ ലഗർലോഫ് ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇറ്റ് റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡ. നിങ്ങളുടെ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ആയിട്ടുള്ള എസൽഡയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൽമയല്ലേ, ഇപ്പോൾ നിങ്ങൾ ആരാണ്, സെൽമയായി മാറിയല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള സെൽമയുടെ ഫ്രണ്ടായിട്ടുള്ള എസൽഡയ്ക്ക് എന്ത് ചെയ്യണം, നിങ്ങളൊരു ലെറ്റർ അയക്കണം. നമുക്കറിയാലോ ആരായിരുന്നു അവർ, യെസ്, ഹു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ യുവർ ലിറ്റററി ജേർണി ബൈ ഓപ്പണിംഗ് ഡോർസ് വെൻ നോ വൺ എൽസ് ബിലീവ്ഡ് ഇൻ യു. അപ്പോൾ അവരാണ് നിങ്ങളുടെ ലിറ്റററി ജേർണിയിലല്ലേ, അതായത് സെൽമയുടെ ലിറ്റററി ജേർണിയിൽ ക്രൂഷ്യൽ റോളായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നിങ്ങൾ ആരും തന്നെ ഫസ്റ്റ് ടൈമിൽ ആരും തന്നെ ബിലീവ് ചെയ്യാത്ത സമയത്ത് അവരാണ് നിങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഒരു വാതിൽ തുറന്നു തന്നത്, അതായത് ലിറ്റററി ജേർണിയിലൊരു ട്രെയിനിങ് വന്നതല്ലേ. അപ്പോൾ എല്ലാത്തിനും വേണ്ടി സഹായിച്ചിട്ടുള്ള ഈ എസൽഡയ്ക്ക് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോം എന്താണെന്നൊക്കെ അറിയാലോ. അപ്പോൾ അഡ്രസ്സ് എഴുതുക, ദെൻ ഡേറ്റ് എഴുതുക, ദെൻ ഡിയറസ്റ്റ് എസൽഡ. ഓക്കെ, ദെൻ എഴുതാം, I am sure you have heard about my winning the Nobel Prize in Literature for 1909. There is a speciality of this Nobel Prize. I am the first woman to get Nobel Prize in Literature. എനിക്കാണ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇൻ മൈ സക്സസ് യു ഹാഡ് പ്ലേഡ് എ വെരി ബിഗ് റോൾ. എൻ്റെ ഈ സക്സസ്സിൽ നിൻ്റെ റോൾ എന്ന് പറയുന്നത് നിനക്ക് വലിയ റോൾ ഉണ്ടെന്നാണ് അല്ലേ. യു വർ വൺ ഓഫ് ദോസ് ഹു ഓപ്പൺ ദ ഡോർസ് ഫോർ മീ മൈ ലിറ്റററി ജേർണി വെൻ നോ വൺ എൽസ് ബിലീവ്ഡ് ഇൻ മീ. ദർ ആർ മെനി പീപ്പിൾ ആൻഡ് തിങ്സ് ടു ഹോം ഐ ഓ മൈ ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് ആൾക്കാരോട് എനിക്ക് നന്ദിയുണ്ടല്ലേ, ഒരുപാട് തിങ്സിനോടും അതുപോലെ തന്നെ ഒരുപാട് ആളുകളോടും എനിക്ക് നന്ദിയുണ്ട്. ആരൊക്കെയാണ്, മൈ ഫാദർ, മൈ മദർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് മൈ ഫാമിലി. ദെൻ മൈ ഫ്രണ്ട്സ് ലൈക്ക് യു, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള നീ, അതുപോലെ തന്നെ ദ പൂവർ ഹോംലെസ് വാഗബോൺസ് ഹു യൂസ് ടു സിങ്സ് ഓൾ ദ സോങ്, അതുപോലെ ഓൾഡ് മെൻ ആൻഡ് വുമൺ ഹു ടോൾഡ് മീ വണ്ടർഫുൾ സ്റ്റോറീസ് അബൌട്ട് വാട്ടർ സ്പിരിറ്റ്സ് ആൻഡ് എൻചാൻറ്റ് മെയ്ഡൻസ്, ദ നേച്ചർ, ദ ആനിമൽസ്, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ദ ട്രീസ്, ദ ഫ്ലവേഴ്സ്, ടു ഷോ ദ സം ഓഫ് their secret which enabled to write good stories. Then there is a Swedish Academy which chose me for many able candidates for the
Coveted praised Bud as a friend who trusted in my ability to write. I love you special gratitude. I owe you special gratitude. If you had not supported me and encouraged when I was struggling to write convincingly, I would have never received this prize. You gave me hope and encouragement. Without your constant support, I would have given up writing. But you continued to encourage me with your words and deeds, and that's why I was able to get this prestigious prize. I dedicated my praise to you, Iselda. In one sense, it's your prize. Say hi to your parents. I will soon come to meet you all. Yours lovingly, Selma. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലെ എഴുതണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ലെറ്റർ തയ്യാറാക്കുക. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? യു ഹാവ് ബീൻ ചൂസൺ ടു ഡിസൈൻ എ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ടു ഹോണർ സെൽമ ലഗർലോഫ്, ദ നോബൽ പ്രൈസ് വിന്നർ. ദ സർട്ടിഫിക്കറ്റ് ഷുഡ് വിഷ്വലി അപ്പീലിംഗ്, ഹൈലൈറ്റിംഗ് ദ അഡ്മിറേഷൻ ആൻഡ് നമ്മളോട് അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. ദ സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു. ഓക്കെ, അപ്പോൾ ആർക്കാണ് ദ സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു? ആർക്കാണ് കൂട്ടുകാരെ? സെൽമ ലഗർലോഫ് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, ദ സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു സെൽമ ലഗർലോഫ് ഫോർ വിന്നിംഗ് ദ നോബൽ പ്രൈസ് ഫോർ ദ ലിറ്ററേച്ചർ ഇൻ 1909. The members of the Swedish Academy found that Selma Lagerlöf has a literary style that is unmatched. Here is the way of storytelling, her characterization and super climaxes and make her novels gripping, and they have become popular all over the world. All over the world, the Academy chose her to the Nobel laureate in the appreciation of the lofty idealism, vivid imagination, and spiritual perception that characterize her writings. The Academy wishes her best of luck and encourages her to continue in her efforts to enrich world literature. Then first the date എഴുതാം, 1st November 1909. Then signature Secretary Swedish Academy. അപ്പോൾ എന്ത് ചെയ്യാവുന്നതാണ്? യെസ്, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും